ഉരുക്കിടുന്നു എഴുന്നീരിലിട്ട് മുക്കുന്ന മുറ്റും ഭുവനൈക ശില്പി മനുഷ്യഹർത്താം കനകത്തെയേതോ പണിത്തരത്തിനുപയുക്തമാക്കാൻ. എങ്ങനെയാണോ ഒരു സ്വർണ്ണപ്പണിക്കാരൻ സ്വർണത്തിനെ ഉരുക്കുകയും അടിച്ചു പരത്തുകയും വെള്ളത്തിൽ മുക്കുകയും ചെയ്ത് നല്ലൊരു സ്വർണ്ണാഭരണത്തിനെ ഉണ്ടാക്കുന്നത് എന്നതുപോലെ ഭുവനൈക ശില്പിയായിരിക്കുന്ന ഈശ്വരൻ ഏതൊരു മനുഷ്യനെയും ഏതോ ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ മനസ്സിനെ ഉരുക്കുകയും മിഴുനീരിലിട്ട് മുക്കുകയും നമ്മളെ വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഏതോ ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുകയാണ് ഈശ്വരൻ എന്നതുപോലെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തന്റെ സജ്ജനങ്ങളെ മുഴുവൻ വീക്ഷിച്ചുകൊണ്ട് അർജുനൻ തേർത്തട്ടിലേക്ക് ഇരുന്നു കൊണ്ട് കൃഷ്ണനോട് പറയുകയാണ്, കൃഷ്ണ, യുദ്ധം ചെയ്യുവാൻ ഒരുങ്ങി നിൽക്കുന്ന ഈ സജ്ജനങ്ങളെ മുഴുവൻ കണ്ടിട്ട് എന്റെ ശരീരമാസകലം തളരുകയാണ്, എന്റെ വായ വരളുകയും ചെയ്യുകയാണ്, എന്റെ ശരീരം വിറയ്ക്കുകയും രോമാഞ്ചമുണ്ടാവുകയും ചെയ്യും, ഗാന്ധീവം എന്റെ കയ്യിൽ നിന്നും വഴുതി വീഴുകയാണ്, ദേഹം ചുട്ടുനേറുകയും ചെയ്യുന്നു. കൃഷ്ണ, നിൽക്കുവാൻ എനിക്ക് കഴിയുന്നില്ല, എന്റെ മനസ്സും സംഭ്രമിക്കുന്നത് പോലെ തോന്നുകയാണ്, പല ദുർനിമിത്തങ്ങളും ഞാൻ കാണുന്നുണ്ട് കൃഷ്ണ. യുദ്ധത്തിൽ സ്വന്തം ജനങ്ങളെ കൊല ചെയ്തിട്ട് ഒരു ശ്രേയസ്സും ഞാൻ കാണുന്നില്ല കൃഷ്ണ. ഇങ്ങനെ അർജുനൻ പറഞ്ഞുകൊണ്ടാണ് അർജുനന്റെ വാക്കുകളെ, ചോദ്യങ്ങളെ തുടങ്ങുകയാണ് ഇവിടെ. യഥാർത്ഥത്തിൽ ഇവിടം മുതൽക്കാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിക്കുവാനുള്ള കാരണമായി അർജുനൻ ഭഗവാനോട് ചോദിച്ചു തുടങ്ങുന്നത്. നോക്കൂ, ഇവിടെ നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾ ചെയ്യുമ്പോഴോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ അവയുടെയൊക്കെ പരിണത ഫലത്തിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ നമ്മളൊരു വലിയ കാര്യം ചെയ്ത് അതിന്റെ ഫലം നമുക്ക് കിട്ടും എന്ന് അടുത്തേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് അവിടെ വെച്ചാണ് നമുക്ക് ഭയമുണ്ടാകുന്നത്, ചിലപ്പോൾ നമുക്ക് ക്രോധമുണ്ടാകുന്നത്, ചിലപ്പോൾ വിഷാദമുണ്ടാകുന്നത്, നമ്മൾ നിഷ്ക്രിയരായി നിൽക്കുന്നതും ഇത്തരത്തിലുള്ള വികാരങ്ങൾ നമ്മളുടെ ഉള്ളിലൂടെ പോകുമ്പോഴാണ്. ഇവിടെ മഹാഭാരത യുദ്ധത്തിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അവയുടെയൊക്കെ പരിണത ഫലമായി ഉണ്ടായിരിക്കുന്ന കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് മുൻപുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മത്തിന്റെയും ഫലം നമ്മളിലേക്ക് എത്തുന്നതിന് മുൻപായി നമുക്ക് തോന്നുന്ന വികാരവും നമുക്ക് തോന്നുന്ന വിഷാദവും ക്രോധവും ഒക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ അർജുനനും തോന്നിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നാം അർജുനൻ തന്നെയാണ്. ആ അർജുനന്റെ ചിന്തകൾ എന്തായിരുന്നു, അത് നമ്മളുടെ ഉള്ളിലൂടെയും കടന്നു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ചിന്തകൾ വരുന്ന സമയത്ത് ഈശ്വരൻ നമുക്ക് തരുന്ന അറിവുകളുടെ ഒരു സമാഹാരം തന്നെയാണ് ഭഗവത്ഗീത. ഇവിടെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ